അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ മഹത്തായ ധന്യവേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട കല്ലാങ്കുഴി നാടിൻ്റെ അമരഖാനൻ, ബഹുമാന്യനും ആദരണീയനും സയ്യിദുമായ മഹല്ലത്തിൻ്റെ കരുത്തനായ പ്രസിഡന്റ് അബ്ദുള്ള കോയ തങ്ങൾ അവറുകൾ, ഈ മഹല്ലത്തിൻ്റെ ദീനി ചൈതന്യ വേദിയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്ന ഈ മഹല്ലത്തിൻ്റെ ഖത്തീബ് ബഹുമാനപ്പെട്ട ഉസ്താദ് സിദ്ദീഖ് ഫൈസി അവറുകൾ, ആദർശത്തിലും തൻ്റെ പ്രവർത്തന ശൈലിയിലും ദീനി കാര്യങ്ങൾ ചടുലമായ തീരുമാനങ്ങൾ കൊണ്ട് ഈ മഹല്ലത്തിനെ കരുത്തുറ്റ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് നാടിനെ നന്മയിലേക്ക് നയിക്കുന്ന ഈ നാടിൻ്റെ കർമ്മസാരഥി, അജയസാരഥി, മഹലിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി കരടി മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ സയ്യിദ് കുടുംബത്തിൽ ലളിതവും താഴ്മയും വിനയവും കൈമുതലാക്കിക്കൊണ്ട് ഈ മഹല്ലത്തിൻ്റെ ദീർഘകാല പ്രവർത്തന കാര്യങ്ങളിൽ സജീവ സാന്നിധ്യം വഹിക്കുന്ന സയ്യിദ് ആബിദ് കോയ തങ്ങൾ, ഈ കല്ലാങ്കുഴി തർബിയത്തുൽ മദ്രസയുടെ ദീനീ പ്രവർത്തനത്തിൽ ചിട്ടയും ഒട്ടവും താളവും എല്ലാം ഒരുക്കിക്കൊണ്ട് കുരുന്നു ഹൃദയങ്ങളിലേക്ക് വിജ്ഞാനത്തിൻ്റെ പുതുനാമ്പുകൾ പതറിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് അതിൻ്റെ മഹിമയോടും പ്രൗഢിയോടും കൂടി സ്തുത്യർഹമായ സേവനരംഗം കാഴ്ചവെക്കുന്ന ബഹുമാന്യനായ സദർ ഉസ്താദ് കെ ടി അബ്ദുൽ അസീസ് ഫൈസി, സ്റ്റേജിൽ സ്വാഗത സംഘത്തിൻ്റെ കർമ്മധീരനും ദീനീ കാര്യങ്ങളിൽ ചടുലമായ നീക്കവും നടത്തുന്ന ബഹുമാനപ്പെട്ട കലടി ബീരാൻ സാഹിബ്, അതുപോലെ തന്നെ സ്വാഗത സംഘത്തിൻ്റെ യുവതുർക്കി പ്രവർത്തന ഗോതയിൽ സൗമനസവും ലളിതമായ മൗനമായ സൗമ്യമായ പ്രവർത്തന പാതയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ കഴിവുള്ള യുവജന സുഹൃത്ത് ബഹുമാന്യനായ ഷഫീഖ് താമ്പുള്ളി, അതുപോലെ തന്നെ ഈ സ്വാഗത സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി തൻ്റെ ശാരീരിക രോഗങ്ങൾ പോലും മറന്നുകൊണ്ട് വളരെ കരുത്തുറ്റ നേതൃത്വവും പ്രൗഢമായ തീരുമാനവും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ചീഫ് കോർഡിനേറ്റർ ടി പി കുഞ്ഞു മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ ബഹുമാനരായ മദ്രസയിലെ വന്യരായ എൻ്റെ സഹപ്രവർത്തകന്മാരായ ഉസ്താദുമാർ, ഈ നാടിൻ്റെ കാരണവർ, ദീനീ കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ബഹുമാനനായ അബ്ദു മുസ്ലിയാർ, മൊയ്ദു മുസ്ലിയാർ, അതുപോലെ തന്നെ നല്ലവരായ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ സഹോദരിമാർ, അതിലൊക്കെ ഉപരി ഈ നാടിൻ്റെ തേജസ്സും ഓജസ്സുമായ ഈ നാടിൻ്റെ പ്രവർത്തന കർമ്മവീതികളിൽ വളരെ സുത്യർഹമായ പ്രവർത്തനം കാഴ്ചകൊണ്ട് ഈ നാടിനെ നയിക്കുന്ന ബഹുമാനപ്പെട്ട യുവജന സുഹൃത്തുക്കൾ, സ്വാഗത സംഘം ഭാരവാഹികൾ, അതുപോലെ തന്നെ സദസ്സിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട നൗഫൽ റഹീമി അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, നല്ലവരായ ദീനീ സ്നേഹികളെ, കാലത്ത് 7 മണിക്ക് സമസ്തയുടെ അർദ്ധചന്ദ്ര താരാങ്കിത ധവള കുങ്കുമ പതാക വാനിൽ ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദിൻ്റെ മഹനീയ കരങ്ങളെ കൊണ്ട് ഈ മഹത്തായ സത്യത്തിൻ്റെ സനാതന മൂല്യങ്ങളുടെ സർദ സംസ്കാര സമ്പൂർണതയുടെ ഉന്നതിയിലേക്ക് വഴിതെറ്റി നിൽക്കുന്ന ഒരു യുവ സമൂഹത്തെ കൈപിടിച്ചുയർത്തിയ സർവകാലിക സർവജനീന ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ധാരകൻ, ഈ ചിങ്ങം 1 മുതൽ അത്തം 10 വരെ മുറ്റത്ത് പൂക്കളമിട്ട് മാവേലി മന്നനെ വരവേൽക്കുന്ന സാക്ഷാൽ ഹൈന്ദവനും ഭൂമിയുള്ള സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന സാന്താക്ലോസ് അപ്പൂപ്പനെ വരവേൽക്കുന്ന ക്രൈസ്തവനും, അത്തറിൻ്റെ പരിമളം പരത്തി പുതുപുത്തനുടുപ്പുകൾ അണിഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന മുസൽമാനും, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഈ ലോകത്ത് ഏകോദര സഹോദരങ്ങളായി ജീവിക്കണമെന്ന് ലോകത്തിൻ്റെ ജനതയോട് ഉദ്ഘോഷിച്ച മക്കയുടെ തിരുനെറ്റിയിൽ അബ്ദുള്ളയുടെയും ആമിനുടെയും ദാമ്പത്യവലയിൽ പിറവിയെടുത്ത അന്ത്യപ്രവാചകരായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1498 ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഐതിഹാസിക മീലാദ് സദസ്സാണ് നാം ഇവിടെ ഒരുമിച്ചിട്ടുള്ളത്. ഈ മഹത്തായ ധന്യവേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. ആദ്യമായി ഞാൻ ഈ സദസ്സിൻ്റെ ഈ സ്റ്റേജിൻ്റെ കർമ്മപടൻ, ഈ നാടിൻ്റെ എല്ലാമായിരുന്ന നമ്മോട് വിട പറഞ്ഞ ബഹുമാനനായ മർഹൂം
അബ്ദുസ്സമദ് ഫൈസി ഉസ്താദ് അവരുടെ നാമധേയത്തിലാണ് ഈ സ്വാസംഘം ഭാരവാഹികൾ ഈ സ്റ്റേജ് ഒരുക്കിയിട്ടുള്ളത്. മഹാനവറുകൾ അല്ലാഹു തആല അവിടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവിടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, അവരെയും നമ്മയും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി തരട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനികളെ, അതുപോലെ നമ്മുടെ നാടിൽ ദീനി സേവന രംഗത്ത് അത്യുജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരുപാട് മൺമറഞ്ഞ മഹാരഥന്മാർ, മഹാനായ മുത്തുക്കോയ തങ്ങളുപ്പാപ്പ അടക്കമുള്ള സയ്യിദന്മാർ, അതുപോലെ തന്നെ നമ്മുടെ UT അംസ സാഹിബിനെ പോലത്തെ ഒരുപാട് ഈ പ്രവർത്തന മേഖലയിൽ ഈ സ്ഥാപനങ്ങൾക്ക് സാന്നിധ്യം വഹിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ നേതാക്കൾ ഇന്ന് 6 അടി മണ്ണിൻ്റെ ഉള്ളിലാണ്. അവർക്കൊക്കെ അല്ലാഹു തആല അവരുടെ ജീവിതകാല സേവനങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അവരുടെയൊക്കെ കബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുക എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ നട്ടെല്ലുകളായ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വളരെ ചടുലമായ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മഴയും വെയിലും വകവെക്കാതെ ശരീരം പോലും വകവെക്കാതെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച 25 സഹോദരന്മാർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവർ വിപത്തിൽ നമുക്കറിയാം നമ്മുടെ എല്ലാം അവരാണ്. അവരില്ലാത്ത ഒരു നിബിദിനം നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ അപാരമായ വിധി നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു തആല എത്രയും പെട്ടെന്ന് മോചനം നൽകട്ടെ. അവർക്ക് അള്ളാഹു തആല എത്രയും എല്ലാ വഴികളും അള്ളാഹു അത് തുറന്നു കൊടുക്കട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത് എത്രയും പെട്ടെന്ന് അവർക്ക് മോചനം നൽകി ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ നമ്മോടൊപ്പം സംഗമിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ ധന്യവേദിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാന്യനായ സയ്യിദ് അബ്ദുള്ള കോയ തങ്ങളെ ഞാൻ ആദരപൂർവ്വം ഈ മഹത്തായ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മഹാനായ നമ്മുടെ ഉസ്താദ് ഖതീബ് സുദീഖ് ഫൈസി അവറുകളാണ്. സാദരം സവിനയം സഹർഷം അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹല്ലത്തിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി കല്ലടി മുഹമ്മദ് റിയാസ് സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ഈ മഹല്ലത്തിൻ്റെ ട്രഷറർ ആബിദ് കോയ തങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ മദ്രസയുടെ സദർ ഉസ്താദ് നമ്മുടെ എല്ലാമായ അബ്ദുൽ അസീസ് ഫൈസിയെ ഞാൻ ആദരപൂർവ്വം സവിനയം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വാഗത സംഘം ഭാരവാഹികൾ, ഈ സ്വാഗതസംഘം ഭാരവാഹി ചെയർമാൻ ബഹുമാനപ്പെട്ട കല്ലടി ബീരാൻ സാഹിബ്, അതുപോലെ തന്നെ ഷഫീഖ് താമ്പുള്ളി, അതുപോലെ തന്നെ TP കുഞ്ഞി മുഹമ്മദ്, എല്ലാവരെയും ഈ ധന്യവേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സഹർഷം സവിനയം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായ ബഹുമാനനായ ഇബ്രാഹിം ഉസ്താദ്, അദ്ദേഹത്തെ ഈ മഹത്തായ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ. നമുക്കറിയാം അവർക്ക് ഈ ദീനിനോടുള്ള ഹുബ്ബും അതിനോടുള്ള ആ താല്പര്യവും കണക്കിലെടുത്തുകൊണ്ട് എല്ലാ തിരക്കുകളും വഹവെച്ചുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ നമ്മോടൊപ്പം സദാസമയം ചെലവഴിക്കുന്ന ബഹുമാനനായ ഇബ്രാഹിം ഉസ്താദിനെ സാദരം സവനയം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജലീൽ ഉസ്താദ്, നമുക്കറിയാം നമ്മുടെ മദ്രസയുടെ പ്രവർത്തനങ്ങളിൽ കുട്ടികളൊപ്പം സദാസമയവും ഈ മദ്രസയിൽ നിന്നൊക്കെ ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ നമ്മൾ പോകുക. അത്രയും വളരെ ഉഷാറുള്ള ഒരു ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാദരം ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അനീഫ് ഉസ്താദ്, നമുക്കറിയാം വർഷങ്ങളായി നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളിൽ എൽമു പഠിപ്പിച്ചുകൊണ്ട് വളരെ ലളിതമായ സൗമ്യമായ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എല്ലാവർക്കും പ്രിയങ്കരനായ ഉസ്താദ് ഈ നാടിൻ്റെ എല്ലാമാണ്. ദീർഘായുസ്സുള്ള ആഫിയത്തുള്ള ആരോഗ്യമുള്ള എല്ലാം അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സാദരം സവിനയം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെരിയങ്കോട് അസീസ് ഉസ്താദ്, അതുപോലെ നമ്മുടെ അബ്ദു മുസ്ലിയാർ, മൊയ്തു മുസ്ലിയാർ, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ നാട്ടിലെ യുവജന സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, അതിനൊക്കെ പുറമെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എന്തൊരു കാര്യം പറഞ്ഞാലും സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം പോലും വകവെക്കാതെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ നാടിൻ്റെ ഉയർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി
കർമ്മോത്സുകരായി പ്രവർത്തന ഗോതയിൽ സദാസമയം നമ്മോടൊപ്പമുണ്ട്. ഈ പരിപാടി അവരൊക്കെ ലൈവായി വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ സഹോദരങ്ങളുടെ ജോലികളിലൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ, ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. സന്തോഷത്തോടെ ജോലിയെടുത്ത് നാട്ടിൽ വന്ന് കുടുംബമൊത്ത് സന്തോഷത്തോടെ കഴിയാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവജന സുഹൃത്തുക്കൾ കുറച്ചൊന്ന് ദിവസമായി ഈ പ്രവർത്തന മേഖലയിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രമുഖായ അംഗങ്ങൾ, അതുപോലെ തന്നെ അവരൊക്കെ നമ്മുടെ പരിപാടിയോട് വളരെയധികം ആത്മാർത്ഥമായ സമീപനം താല്പര്യം കാണിച്ചവരാണ്. അവരൊക്കെ ഞാൻ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി, ആരുടെയെങ്കിലും പേര് വിട്ടുപോയി, അതുപോലെ തന്നെ ഈ മഹത്തായ സ്റ്റേജ് 15,000 രൂപ തന്ന് നമ്മളെ സഹായിച്ചത് നമ്മുടെ കോയക്കുട്ടിക്കാൻ്റെ മകൻ ഷിഹാബ് അവറുകളാണ്. തങ്ങളാണ്. അല്ലാഹു തആല അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മുടെ സയ്യിദന്മാർക്കൊക്കെ ദീർഘകാലം ഈ നാടിൻ്റെ നേതൃത്വം നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ പൊതുപരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ മുഴുവൻ ആ വിദ്യാർത്ഥികളുടെ സമ്മാനം നമ്മുടെ കക്കാടൻ ഉമർ ഷരീഫാണ് നൽകിയിട്ട് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് സഹായിച്ചിട്ട് അവരൊക്കെ ജോലികളിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ സംഗമിക്കേണ്ട ആളാണ് നമ്മുടെ മഹയ്യം മഹ്മൂദ് റഹ്മാൻ. അദ്ദേഹം രാവിലെ ജാജയിലൊക്കെ സജീവമായി ഉണ്ടായിരുന്നു. പരിപാടിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും ആത്മാർത്ഥമായി അന്ത്യപ്രവാചകരായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1498 ജന്മദിനത്തിൽ ഈ നടത്തപ്പെടുന്ന മഹനീയ നബിദിന സംഗമ സമ്മേളന വേദിയിലേക്ക് സാദരം സഹർഷം സവിനയം ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹത്തായ വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അധ്യക്ഷന് വേണ്ടി സാദരം ഉസ്താദ് സിദ്ദീഖ് ഫൈസി അവരുടെ സവിനയം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.